തിരുവനന്തപുരം കാര്യവട്ടം ലൊക്കേഷനിൽ കമ്പാരിറ്റീവ്ലി ലോ ബഡ്ജറ്റിൽ നിങ്ങൾ പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ കാണുന്നത് 4.5 സെൻറ്റിൽ 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 4 ബെഡ്റൂം വീടാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി എക്സൈറ്റ് ആയിട്ട് വരുന്നത് കാര്യവട്ടം നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ചേങ്കോട്ടോണ റൂട്ടിലേക്ക് വരുമ്പോഴത്തേക്കും തുണ്ടത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരും. അവിടെയായിട്ട് മാധവവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് വരുമ്പോൾ തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി ആ റോഡ് നമുക്ക് അകത്തേക്ക് കയറി ഏകദേശം ഒരു 350 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി. നമുക്ക് ആ ഇടത്തോട്ടുള്ള വഴി ഇങ്ങനെ കയറി വരുമ്പം തന്നെ ആ വളം ഇങ്ങനെ തിരിഞ്ഞ് വരുമ്പം തന്നെ വീണ്ടും വലത്തോട്ട് കട്ടാവും. അത് താഴെ ഇറങ്ങി വരുമ്പോഴത്തേക്കും സൗഭാഗ്യ ഗാർഡൻസിനകത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത്. ഇതുപോലെ ഒത്തിരിയധികം വീടുകളുള്ള ലൊക്കേഷനിൽ നമുക്കിതാ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീട് സ്വന്തമാക്കാവുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടി അവർ വെച്ച് വാങ്ങിയതാണ്. അതിനുശേഷം അവർ ബാംഗ്ലൂർ സെറ്റിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു ഉദ്ദേശമില്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ അവരിതുവരെയും താമസിച്ചിട്ടില്ല. പുത്തൻ കണ്ടീഷനിൽ തന്നെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത്. ബാക്കി ദൃശ്യങ്ങൾ കാണാം. ഈ രീതിയിലാണ് നമ്മുടെ മുൻവശം വരുന്നത്. ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാറുകൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ദാ ഇങ്ങനെ റൂഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. വീടിൻ്റെ മുൻവശം ദാ ഇതുപോലെ ഒരു വരാന്ത സ്പേസ് വരുന്നുണ്ട്. നമുക്കിതാ ഈ കാണുന്ന വരാന്ത സ്പേസിൽ നിന്നാണ് ഉള്ളിലേക്ക് പോകുന്നത്. മുൻവശത്തുള്ള വാതിൽ, കട്ടള ഇതെല്ലാം തന്നെ തേക്കുന്നടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ്. ഈ ഭാഗത്തായിട്ട് ഒരു ചുമര് ഫുള്ളായിട്ട് TV യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഒരു വലിയ TV തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. സീലിങ്ങിലൊക്കെ നോക്കി നമുക്ക് മിനിമലായിട്ടുള്ള ലൈറ്റ് കൊടുത്ത് ഇൻറ്റീരിയർ വർക്ക് സീലിങ്ങിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടൊരു ബെഡ്റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയായിട്ട് നമുക്കൊരു ബെഡ്റൂം വരുന്നുണ്ട്. താഴത്തെ നിലയിൽ തന്നെ 2 ബെഡ്റൂംസ് വരുന്നുണ്ട്. അതൊരു ഹൈലൈറ്റ് ആണ്. ബെഡ്റൂംസിലേക്ക് നമുക്ക് പിന്നീട് പോകാം. അതിനു മുമ്പ് ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ. ആ ഭാഗത്തായിട്ട് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചൺ വളരെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ ഇതുപോലൊരു പാർട്ടീഷൻ കൊടുത്താണ് വർക്ക് ഏരിയ ചെയ്തെടുത്തിട്ടുള്ളത്. കിച്ചണിൽ ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ചിമ്മിനി എല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. ഇവിടെ എല്ലാം നോക്കി ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അടിയിലേക്ക് എല്ലാം തന്നെ സ്റ്റോറേജ് വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു ടേബിൾ പോലെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ്. ഇങ്ങനെ ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിട്ടുള്ളത്. ഇവിടെയും തന്നെ എന്തെങ്കിലും സാധനങ്ങൾ കീപ്പ് ചെയ്യാവുന്ന രീതിയിൽ ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പിൻവശത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് സ്റ്റാഫിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. പിൻവശത്തേക്ക് വരുമ്പോൾ വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറും ഉണ്ട്. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ നമുക്ക് പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ്. ടോട്ടലായിട്ട് 4.5 സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വീടിന് ചുറ്റുവട്ടത്ത് നമുക്കിതുപോലെ ഒത്തിരിയധികം സ്ഥലം കിട്ടുന്നത് പോലെ തന്നെ ഫീൽ ചെയ്യും. അത്യാവശ്യം ഒരു അടുക്കളത്തോട്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും കുറച്ച് ഇൻ്റർലോക്ക് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. എല്ലാ റൂംസും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഉള്ളിലുള്ള വാതിലിൻ്റെ ഇതിലെല്ലാം നമുക്ക് ഈ രീതിയിൽ പെയിൻറ് ചെയ്യാണ്ടാണ് നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ കാഴ്ചയ്ക്ക് നല്ലൊരു രസം തരുന്നുണ്ട്. നമുക്ക് എല്ലാ റൂമുകളിലും കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു 3 പാളിയിലെ കബോർഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ അതിപ്പം പൈപ്പ് ഫിറ്റിങ്സ് ആയാലും സാനിറ്ററി വെയേഴ്സ് ആയാലും എല്ലാം സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് എൻട്രി വരുന്ന രീതിയിലാണ് അടുത്തൊരു ബെഡ്റൂം ഉള്ളത്. ഇതായാലും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിമിലർ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സീലിംഗിലെല്ലാം മിനിമൽ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് കേട്ടോ. നമുക്ക് ആ രീതിയിലുള്ളൊരു പ്രൈസാണ് ഈ പ്രോപ്പർട്ടിക്ക് അവർ കോട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ കയറി വരുമ്പോൾ ഈ റെയിലിംഗ് നോക്കി ഇതെല്ലാം തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വുഡിലും GA-യിലുമാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ നിഷൊക്കെ പ്രൊവൈഡ് ചെയ്ത് നല്ലതുപോലെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട്. മേളത്തെ നിലയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ 2 ബെഡ്റൂംസാണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. നമ്മൾ താഴത്തെ നിലയിൽ രണ്ടാമത് കണ്ട ആ ബെഡ്റൂമിൻ്റെ സെയിം ലേഔട്ടിലാണ് ഈ ഒരു റൂം വരുന്നത്. ഈ കാണുന്ന പോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ സിമിലർ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് അടുത്ത ബെഡ്റൂം കാണുന്നതിന് മുമ്പ് ഈ ഒരു ഓപ്പൺ ഏരിയ കാണിച്ചു തരാം. ഇവിടെ ആയിട്ട് ഇങ്ങനെ എലിവേറ്റഡ് പൊസിഷനിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ, അതിൻ്റെ ഔട്ടും ഇന്നും പോയിന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് പോയിട്ട് നമുക്ക് ഇവിടെ നോക്കി ഇനി ഒരു റൂം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബാത്റൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ താഴ്ത്തി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇനി ഒരു റൂം കൂടെ ഇറക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇതാണ് നമ്മുടെ ചുറ്റുവട്ടം വരുന്നത്. പിൻവശത്തേക്കെല്ലാം ഇതുപോലെ വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. ഇപ്പോൾ കാര്യവട്ടം ടെക്നോ പാർക്കിലൊക്കെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ്. കാര്യവട്ടത്തു നിന്നൊക്കെ വളരെ അടുത്താണ് കേട്ടോ. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നാണ് നമുക്ക് മുൻവശത്തെ
ബാൽക്കണി സ്പേസിലേക്ക് ആക്സസ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. ഇതിന് ഉദ്ദേശിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. ആ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ളൊരു നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ഇത് കറക്റ്റായിട്ടുള്ളൊരു പ്രൈസാണ് കേട്ടോ, അതായത് പെട്ടെന്ന് പോകാനുള്ളൊരു വിലയാണ്. നമുക്ക് ഇതുപോലുള്ള വീടൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സാധാരണഗതിയിൽ എല്ലാവരും 80-85 സ്റ്റാർട്ടിംഗ് ആയിരിക്കും ചോദിക്കുക. ഇത് വന്നിട്ട് കറക്റ്റായിട്ട് നടക്കാനുള്ളൊരു വില പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് വിളിച്ച് ഡീലാക്കാം.